മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷത്തെ ചോദ്യപേപ്പറിൽ മാറ്റമുണ്ട്. അതിനനുസരിച്ചുള്ള ഹാഫ് ഇയർലി അതുപോലെ തന്നെ ക്വാർട്ടർലി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകിയിരുന്നു. അതിനനുസൃതമായിട്ട് അടുത്തൊരു വീഡിയോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്തിയെന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. സംഖ്യാഹ വലയീകരോതു. എന്താ പറഞ്ഞിരിക്കുന്നത്? സംഖ്യ വലയീകരോതു എന്ന് വെച്ചാൽ സംഖ്യയ്ക്ക് ചുറ്റും വട്ടം വരയ്ക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഖ്യകൾ ഏതൊക്കെയാണ്? അഷ്ടാദശ, ദ്വാദശ, ഷോഡശ, വിംശതി, പഞ്ചദശ. എന്തൊക്കെയുണ്ട്? അഷ്ടാദശയുണ്ട്, ദ്വാദശ, ഷോഡശ, വിംശതി, പഞ്ചദശ. അഷ്ടാദശ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18. 18 ഇതിലേതാണ്? നോക്കൂ, പറയൂ, പറഞ്ഞോളൂ. ഇവിടെ ഉണ്ട് അല്ലേ 18. അത് റൗണ്ട് ചെയ്യുന്നു. ദ്വാദശ എന്ന് പറഞ്ഞാൽ എത്രയാ? ദ്വാദശ 12 അല്ലേ? 12 എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ഷോഡശ, ഷോഡശ എന്ന് പറഞ്ഞാൽ എത്രയാ? 16 അല്ലേ? 16. ഓക്കെ, അതിവിടെ റൗണ്ട് ചെയ്യുന്നു. വിംശതി, വിംശതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണല്ലേ? 20 ഇവിടെ റൗണ്ട് ചെയ്യുന്നു. പഞ്ചദശ, പഞ്ചദശ എന്ന് പറഞ്ഞാൽ എത്രയാ? 15. എവിടെയാണ് 15? ഇവിടെയുണ്ട് അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഈ സംഖ്യകൾ മാർക്ക് ചെയ്താൽ നമുക്ക് ഒരു 5 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. മാഷ് വീണ്ടും പറയുന്നു, ഇതൊരു മാതൃക മാത്രമാണ്, ഈ രീതിയിലൊക്കെ വരാമെന്നും പ്രതീക്ഷിക്കുന്നത് മാത്രം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ചിത്രാനുസാരം പദം നിർമ്മാതു. ചിത്രത്തിനനുസരിച്ച് പദം ഉണ്ടാക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നോക്കൂ, അക്ഷരങ്ങൾ രു, ഡഹ, ഗ. ഇതെന്തിൻ്റെ ചിത്രമായിരുന്നു? നമുക്കറിയാം അല്ലേ? ഗരുഡഹ, ഗരുഡഹ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഗ, രു, ഡഹ. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ വന്നാൽ നമ്മൾ ആദ്യം ഒരു അനുവർത്തിക്കേണ്ട ചെറിയൊരു എളുപ്പപ്പണി എന്ന് പറയുന്നത്, ഇതിൽ വിസർഗമുള്ളതോ ദീർഘമുള്ളതോ ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ന് അവസാനിക്കുന്ന വാക്കുകളുണ്ടെങ്കിൽ അത് അവസാനത്തേക്ക് മാറ്റി വയ്ക്കുക. മറ്റ് 2 അക്ഷരങ്ങളെ മാറ്റി നോക്കി ചെയ്താൽ മിക്കവാറും ആ വാക്ക് കിട്ടാറുണ്ട്, ക്രിയാപദം അല്ലെങ്കിൽ കിട്ടാറുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇതിൽ ഡഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് അറിയെങ്കിൽ പോലും രുഗഡഹ ഒന്ന് പറഞ്ഞു നോക്കുക. രുഗഡഹ, അങ്ങനെ ഒരു വാക്ക് അറിയില്ല. ഗരുഡഹ അറിയാം. ഓക്കെ, ഇത് നോക്കൂ. അടുത്ത് പട്ടം. പട്ടത്തിന് എന്താ പറയുക എന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ, എന്താ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എങ്കിലും അറിയില്ലെങ്കിൽ മാഷ് പറഞ്ഞു വിസർഗമുള്ള വാക്ക് എന്ത് ചെയ്യുക? ആദ്യം ഇടത്തോട്ട് എഴുതി വയ്ക്കുക, ടഹ. ബാക്കി 2 അക്ഷരമാണ്. താവ, താവാടഹ. അങ്ങനെ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. വാതാടഹ, അങ്ങനെ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. പട്ടത്തിന് വാതാടഹ എന്നാണ് പറയുക. അപ്പോൾ അതെടുത്ത് എഴുതുന്നു. മൂന്നാമത്തെ നോക്കൂ, ക, മ, നൗ, ഹ. അപ്പോൾ നമുക്ക് അറിയാം കപ്പൽ എന്താ പറയുക? മഹാനൗക എന്നുള്ളതാണ് അറിയാം. അപ്പോൾ മഹാനൗക എന്നുള്ള എഴുതുക. ഇവിടെ നേരത്തെ പറഞ്ഞ വിസർഗമല്ല വരുന്നത്, സ്ത്രീലിംഗ പദമായതുകൊണ്ട് തന്നെ ക എന്നുള്ളത് അവസാനം എഴുതി കഴിഞ്ഞാൽ ബാക്കി മാ നൗഹ. അപ്പോൾ ഈ വാക്കുകളൊന്ന് പറഞ്ഞു നോക്കുക. നൗഹ മക, അങ്ങനെ ഒരു വാക്കുണ്ടോ? ഇല്ല. ഹനൗ മക, അങ്ങനെ ഒരു വാക്കുണ്ടോ? ഇല്ല. മഹാനൗക. അപ്പോൾ പറഞ്ഞാൽ തന്നെ നമുക്ക് വാക്ക് കിട്ടും. നാലാമത്തെ വാക്ക് നോക്കൂ, ദ, കം, പ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നപുംസക പദമായതുകൊണ്ട് തന്നെ കം എന്നുള്ളത് ആദ്യം എഴുതുന്നു. ബാക്കി 2 വാക്കാണുള്ളത്. ഇതെന്താണ്? പദകം എന്നുള്ളതാണ് ഉത്തരം വരേണ്ടത്. പദകം എന്നിടത്ത് എഴുതുന്നു. അടുത്തത് നമുക്കറിയാം, എന്താ? മർദ്ദളഹ അല്ലേ? ആദ്യത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ഇപ്പം നമ്മുടെ 6ാമത്തെ പാഠം തൊട്ടുള്ള എല്ലാ വാക്കുകളുടെയും വാക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പാഠങ്ങളിലെയും വാക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാ പാഠങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ പാഠങ്ങളും കൃത്യമായി പഠിച്ചു വയ്ക്കാം. മൂന്നാമത്തെ നോക്കൂ, റിക്താംശാൻ പൂരയതു. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എന്തൊക്കെയാണത്? ശനിവാസരഹ, ശുക്രവാസരഹ, ബുധവാസരഹ, സോമവാസരഹ. ഇവിടെ ആഴ്ചകൾ ഓർഡറിൽ തന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? ഉത്തരങ്ങൾ എടുത്ത് എഴുതുക. ഉത്തരം പറഞ്ഞോളൂ. രവിവാസരഹ കഴിഞ്ഞ 2ാമത്തെ ആഴ്ച ഏതാണ്? സോമവാസരഹ. മംഗളവാസരഹ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. ബുധവാസരഹ, ഗുരുവാസരഹ, ശുക്രവാസരഹ വെള്ളിയാഴ്ചയ്ക്ക്. ഏറ്റവും അവസാനത്തെ ആഴ്ച ശനിവാസരഹ. അപ്പോൾ ആ രീതിയിലൂടെ 4 മാർക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ നോക്കൂ, അടുത്ത പുതിയ മാതൃകയിലൊരു ചോദ്യമാണ്. പ്രസ്താവനാം പഠിത്വ ഉചിതം ഗണം ചിത്വ ലിഖതു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ചിട്ട് ഉചിതമായിട്ടുള്ള ഗണം എടുത്ത് എഴുതുക. ഓക്കെ, എന്തൊക്കെയാണ് പ്രസ്താവനകൾ? ഇതിൽ ശരി ഏതൊക്കെയാണെന്ന് നോക്കണം കേട്ടോ.
ഒന്നാമത്തെ പ്രസ്താവന കാകസ്യ വർണ്ണ കൃഷ്ണവർണ്ണ ഭവതി. എന്താർത്ഥം? കാക്കയുടെ നിറം കൃഷ്ണവർണ്ണ. കൃഷ്ണവർണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പ് നിറം ആകുന്നു. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പോൾ ഒന്ന് ശരി. അപ്പോൾ ഒന്നിൻ്റെ അടുത്ത് ടിക്കറ്റ് വയ്ക്കുക കേട്ടോ. 2 ആകാശസ്യ വർണ്ണ പീതവർണ്ണ ഭവതി. എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിൻ്റെ നിറം പീതവർണ്ണ. എന്താ പീതവർണ്ണം? മഞ്ഞ നിറം ആണോ? ആകാശത്തിൻ്റെ നിറം മഞ്ഞ നിറമാണോ? അല്ല അല്ലേ, നീല നിറമാണല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. 1 ശരി 2 തെറ്റ്. 3 പർണസ്യ വർണ്ണ ഹരിതവർണ്ണ ഭവതി. പർണം എന്ന് വെച്ചാൽ ഇല. ഇലയുടെ നിറം ഹരിതവർണ്ണ ഭവതി, പച്ച നിറമാകുന്നു. ശരിയാണോ? ശരിയാണ് അല്ലേ. 3. അപ്പോൾ 1 3 ശരി 2 തെറ്റ്. അപ്പോൾ ആ ഓപ്ഷൻ വരുന്ന ഏതാണെന്ന് നോക്കൂ. എ ബി സിയിൽ 1 3 സാധു എന്ന് പറഞ്ഞാൽ ശരി, അസാധു എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ ഇതിലേതാ ഓപ്ഷൻ വരിക? 1 3 ശരി 2 തെറ്റ് എന്നുള്ളത്. ഇവിടെ നോക്കൂ, 1 2 സാധു 3 അസാധു എന്ന് വെച്ചാൽ 1 2 ശരി 3 തെറ്റ്. അതാണോ? അല്ല. 1 3 സാധു 2 അസാധു. അപ്പോൾ 1 3 സാധു 2 അസാധു എന്നുള്ള ബി എന്ന ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അടുത്ത നോക്കൂ, യഥോചിതം യോജയതോ. ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക. ഇവിടെ നോക്കൂ, ലോകയാനം, നൗക, ത്രിചക്രിക, വിമാനം. കുറച്ച് വാഹനങ്ങളുടെ പേരുന്നുണ്ട്. ഇവിടെ ജലയാനം, ആകാശയാനം, ഭൂതലയാനം. എന്താ ജലയാനം എന്ന് വെച്ചാൽ വെള്ളത്തിലൂടെ പോകുന്നത്, ആകാശയാനം ആകാശത്തിലൂടെ പോകുന്നത്, ഭൂതലയാനം കരയിലൂടെ പോകുന്നു. അപ്പോൾ ലോകയാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബസ്സാണ് അല്ലേ. അത് ഇതിലെ വരിക. അപ്പോൾ ഇങ്ങോട്ട് വരച്ച് ചേർക്കുന്നു, ഭൂതലയാനത്തിലേക്ക് വരച്ച് ചേർക്കുന്നു. നൗക. നൗക എന്നുള്ളത് എന്താണ്? നൗക എന്ന് പറഞ്ഞാൽ എന്താ? തോണിയാണ്. അതെന്താണ്? ജലയാനാണല്ലേ. ഓക്കെ, അതിങ്ങോട്ട് വരച്ച് ചേർക്കുന്നു. ത്രിചക്രിക എന്താണ്? ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ ഇതിലേക്കാണ് ഭൂതലയാനത്തിലേക്ക് വരച്ച് ചേർക്കുന്നു. വിമാനം എല്ലാവർക്കും അറിയാം അല്ലേ, ആകാശയാനം. അവിടെ 4 മാർക്ക് കിട്ടി. ഇനി ഇവിടെ നോക്കൂ, അനുചിതം ഗണം ചിത്തിക്കും ഏതാണെന്ന് ചോദിച്ചാൽ 1 ഖർജൂരഹ ഖർജൂരം ഖർജൂരഹ. എന്താ? ഡേറ്റ്സ്, ഈന്തപ്പഴം ഈന്തപ്പന. അനാനസം അനാനസഹ. അനാനസം പൈനാപ്പിൾ, അനാനസഹ പൈനാപ്പിൾ ചെടി അല്ലേ. ആമ്രം പനസഹ. അത് വായിച്ചാൽ തന്നെ അറിയാം അല്ലേ. ഏതാണ് തെറ്റ്? അനുചിതമായിട്ടുള്ള ഗണം ഏതാണെന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, 1 ഏവ 2 ഏവ 3 ഏവ. ഏതാ വരിക? സി 3 മാത്രമാണ് എന്ത്? തെറ്റ്. അപ്പോൾ അത് ടിക്ക് ചെയ്യുന്നു. വളരെ എളുപ്പമാണ് അല്ലേ. അവസാനത്തെ പ്രവർത്തനം നോക്കൂ, കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ റിക്താംശാൻ പൂരേതു. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ വാക്യങ്ങളെടുത്ത് വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക. ചിക്രോഡഹ ഡാഷ് പിബതി. ഉത്തരം തന്നിട്ടുണ്ട്, ചിക്രോഡഹ ക്ഷീരം പിബതി. അപ്പോൾ അവിടെ എന്താ ചോദ്യം വരേണ്ടത്? ചിക്രോഡഹ ഡാഷ് പിബതി. ചിക്രോഡൻ എന്ത് കുടിക്കുന്നു. അപ്പോൾ എന്ത് എന്നുള്ളതിന് ഇവിടെ വരുന്ന വാക്ക് ഏതാണ്? കിം ആണോ കഥായാണോ? പറയൂ. കിം എന്നുള്ളതാണ് അല്ലേ. കിം എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. വയം ഡാഷ് പഠാമി പഠാമഹ. എന്താ വരിക? നമ്മൾ വയം എന്ന് പറയുമ്പോൾ എന്ത് വരണം? നമ്മൾ 5ാമത്തെ പാഠത്തിൽ അവർ പഠിക്കുന്നുണ്ടല്ലേ. വയം ഗച്ഛാമഹ, വയം നിർമാമഹ എന്ന് നമ്മൾ വാക്കി ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ വയം എന്ന് വരുമ്പോൾ മഹ എന്ന് വെച്ച് അവസാനിക്കുന്ന ക്രിയാപദമാണ് നമ്മൾ പ്രയോഗിക്കാറ്. അതുകൊണ്ട് പഠാമഹ എന്നുള്ളത് വരണം. ചിത്രേ ഡാഷ് പുഷ്പാണി സന്ധി. അപ്പോൾ ഉത്തരം തരുന്നുണ്ട്, ചിത്രേ പഞ്ചപുഷ്പാണി സന്ധി. അപ്പോൾ ഇതിൽ ഏതാ ചോദ്യം? എന്താ ചോദ്യം വരേണ്ടത്? ചിത്രത്തിൽ എത്ര പുഷ്പങ്ങളുണ്ട്. അപ്പോൾ എത്ര എന്നുള്ളതിന് എന്താ വരേണ്ടത്? കഥമാണോ കതിയാണോ? കതി എടുത്തെഴുതുന്നു. ബാലാഹ ഡാഷ്. ഇവിടെ ബാലാഹ അസ്ഥി സന്ധി എന്ന് പറയുന്നുണ്ട്. എന്താ വരിക? നമുക്കറിയാം, ഏകവചനാണെങ്കിലാണ് അസ്ഥി വരിക. ബാലഹ അസ്ഥി, യാനം അസ്ഥി, പുസ്തകം അസ്ഥി, നൗക അസ്ഥി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം ബഹുവചനമാകുമ്പോൾ ബാലാഹ സന്ധി, യാനാനി സന്ധി, പുസ്തകാനി സന്ധി, നൗകാഹ സന്ധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ട്. അപ്പോൾ ഇവിടെ ബാലാഹ എന്നുള്ളത് ബഹുവചനം ആയതുകൊണ്ട് തന്നെ സന്ധി എന്നതാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അടുത്തത്, സംസ്കൃത ദിനം ഡാഷ് ആചരതി. ഉത്തരം തന്നിട്ടുണ്ട്, സംസ്കൃത ദിനം ശ്രാവണ പൂർണിമയാം ആചരതി. സംസ്കൃത ദിനം ശ്രാവണ പൂർണിമയിൽ ആചരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ എന്നുള്ളത് എങ്ങനെ വരിക? കഥായാണോ കിമ്മാണോ? കഥ എന്നുള്ളതാണ് അല്ലേ. അതിങ്ങോട്ട് എടുത്ത് എഴുതുന്നു. അപ്പോൾ ഈ രീതിയിൽ 5 പ്രവർത്തനങ്ങളാണ് മാഷ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു മാതൃക മാത്രമാണ്, ഈ രീതിയിൽ വരാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് കഴിഞ്ഞ വർഷം വന്ന പഴയ മാതൃകകളുടെ ചോദ്യപേപ്പർ നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, പഴയ മാതൃകയിലുള്ളതാണ്. ഇതിൽ ചില ചോദ്യങ്ങളൊക്കെ വീണ്ടും ഇതേ മാതൃകയിൽ തന്നെ വന്നേക്കാം. അതിനിടയിൽ നമ്മുടെ ഈ ചോദ്യപേപ്പറിൽ
ഇത്തരത്തിലുള്ള പുതിയ ചോദ്യങ്ങളും പ്രസ്താവനാനുചിതം അങ്ങനത്തെ ചോദ്യങ്ങളും എന്ത് ചെയ്തേക്കാം, വന്നേക്കാം. ഓക്കെ, നോക്കൂ, എന്താണ് ഇത് വന്നിട്ടുണ്ട്, നോക്കൂ, ചിത്രം തന്നിട്ടുണ്ട്. ഏതാണത്, ഉത്തരം പറയൂ. ചിക്രോഡഹ. അടുത്തത് ഇതെന്താണ്, സമയമാണ് അല്ലേ, സമയഹ. ഇതെന്താണ്, കരടിക്ക് എന്താണ് പറയുക, ഭല്ലൂകഹ. ഓക്കെ, നാ ഡാഷ് തേ എന്താ വരിക, മായാണോ ഭായാണോ? ഇതിലിപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എടുത്ത് എഴുതാം, അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുക. നാ ഡാഷ് തേ മാ ഭ. നമസ്തേ ആണോ നഭസ്തേ ആണോ വരിക, നമസ്തേ ആണ് അല്ലേ, അത് എഴുതുന്നു. നകു ഡാഷ് നഹ ലഹ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്, 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ടല്ലേ, നകു ലഹ, അതെടുത്ത് എഴുതുക. വളരെ വേഗത്തിൽ പറഞ്ഞു പോകണം കേട്ടോ. യാനാനാം നാമാനി ഉചിതേന ചിത്രേണ സഹ യോജയതു. എന്താ പറഞ്ഞിരിക്കുന്നത്, വാഹനത്തിൻ്റെ പേര് ഉചിതമായ ചിത്രത്തിൻ്റെ കൂടെ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, റെയിൽയാനേന, അപ്പോൾ അത് റെയിൽയാനത്തിലേക്ക് യോജിപ്പിക്കുന്നു. അപ്പോൾ അവിടെ കാർയാനേന ഏതാ വരിക, കാർയാനത്തിലേക്ക് വരയ്ക്കുന്നു. ദ്വിചക്രികയാ എന്താ, ത്രിചക്രികയാ. ത്രിചക്രിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഓട്ടോറിക്ഷയാണല്ലേ, ഇങ്ങോട്ട് ചേർത്തു. ദ്വിചക്രികയാ എന്താ അത്, സൈക്കിൾ, ഇങ്ങോട്ട് വരെ ചേർത്തു. ലോകയാനേന എന്താണ്, ബസ് അല്ലേ. ഓക്കെ, അടുത്തത് ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദം സ്വീകരിക്കും. അഹം ഡാഷ് ഇതെന്താണ്, ആമ്രമാണോ പുസ്തകമാണോ, ആമ്രമാണോ അല്ലേ, ആമ്രമാണോ അല്ല, പുസ്തകമാണ് അല്ലേ, പുസ്തകം എഴുതണം. 3ാമത്തെ പ്രവർത്തനം നോക്കൂ, ദിനദർശികാം പൂരയതു. ദിനദർശിക പൂരി ശനിവാസര സോമവാസര ബുധവാസര 19, 16 അല്ലേ, 19, 16 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ വിട്ടുപോയതാണ്, പൂരിപ്പിക്കേണ്ടത്, ഇത് കാണാത്തതാണ്. അപ്പോൾ ഇവിടെ സോമവാസര എവിടെ വരിക, 2ാമത്തെ ദിവസമായിട്ടാണ് വരിക അല്ലേ, ഇവിടെയാണ് എടുത്ത് എഴുതേണ്ടത്. സോമവാസര. ബുധവാസര എവിടെ വരും, ഇവിടെ വരും. പിന്നെ ശനിവാസര എവിടെ വരും, ഏറ്റവും അവസാനം വരും അല്ലേ. പിന്നെ ഇവിടെ എത്ര വരിക സംഖ്യ, 15 കഴിഞ്ഞാൽ 16 വരണം. ഏതാണ് ഇതിൽ 16? യെസ്, ഇതെഴുതുന്നു. ഇവിടെ എന്താണ് വരിക, 19, അത് എഴുതുന്നു. ഓക്കെ, ഇനി താളാനി യഥോചിതം യോജയതു. നമ്മുടെ 1ാമത്തെ പാഠത്തിൽ വരുന്ന സാഗര താളം ഇവിടെ വരച്ചിട്ടുണ്ട്. നദീതാളം ഏതാ വരിക, നദിയുടെ താളം എന്താ ഇങ്ങോട്ട് വരുന്നു. ഹൃദയതാളം ഇവിടേക്ക് വരുന്നു. മാരുത താളം കാറ്റിൻ്റെ താളം അല്ലേ, മാരുത താളം എഴുതിയിട്ടുണ്ട്, മാരുത താളമാണ്. ഓക്കെ, അടുത്ത ചിത്രാനുസാരം ഫലസ്യ നാമലിഖതു. ഇതെന്താണത്, മായ്ക്ക് എന്താ പറയുക, പറഞ്ഞോളൂ, ആമ്രം. ഓക്കെ, അടുത്തത് പനസം അല്ലേ. ശരി, 5ാമത്തെ പ്രവർത്തനം ദ എന്ന ഇതിനെന്ത് ചെയ്യുക, കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ദ എന്ന അക്ഷരം ഇതിൽ റൗണ്ട് ചെയ്യാൻ വേണ്ടി. ഇത്ര എളുപ്പമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വരാറില്ല, എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. പരീക്ഷ എളുപ്പമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.